ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് സോളോ സിക്കാവയുടെ പുതിയ ബ്ലഡ് ലൈൻ സെഗ്മെന്റ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവർ വന്നതിന് ശേഷം പോൾ ഹേമൻ പറയുന്നത് റോമൻ റെയിൻസ് വരുന്നത് വരെ സോളോ സിക്കാവ ഈ ഒരു ടീമിന്റെ ഹെഡായിട്ട് മുന്നോട്ട് പോകുമെന്നും അതുപോലെ തന്നെ ടോങ്ക ലോവ ഇവര് രണ്ടുപേരും സോളോ സിക്കാവയുടെ വലതും ഇടതുമാണെന്നും പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ച് അവസാനം സോളോ സിക്കാവ കഴിഞ്ഞ സ്മാക്ഡൗണിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയും പോൾ ഹേമനോട്. അതായത് കെവിൻ ഓവൻസിനെ പോൾ ഹേമൻ സേവ് ചെയ്യാൻ നോക്കിയ കാര്യത്തെപ്പറ്റിയും അതുപോലെ തന്നെ കെവിൻ ഓവൻസ് പോൾ ഹേമനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ സോളോ സിക്കാവ ടീമെല്ലാം ഒന്ന് സേവ് ചെയ്ത കാര്യത്തെപ്പറ്റിയും അത് ട്രൈബൽ ചീഫ് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതിന് ഇവരോടെല്ലാവരോടും പോൾ ഹേമൻ നന്ദി പറയണം എന്നൊക്കെയാണ് സോളോ സിക്കാവ ഈ ഒരു സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സെഗ്മെന്റിന്റെ അവസാനം കെവിൻ ഓവൻസ് അവിടെ വന്നുകൊണ്ട് ബ്ലഡ് ലൈൻ ടീമിനെ മുഴുവനായിട്ടും അറ്റാക്ക് ചെയ്യും. ശേഷം കെവിൻ ഓവൻസിനെ ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ലീഡ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ കെവിൻ ഓവൻസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആണ് വന്നത്. ഇവർ വന്നതിന് ശേഷം ബ്ലഡ് ലൈൻ ടീമിനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് കെവിൻ ഓവൻസ് ചെയർ എടുത്തുകൊണ്ട് വന്ന് ഇവരെ നിറയെ ചെയർ ഷോട്ട് ചെയ്തുകൊണ്ട് ഇവർക്കൊരു 6 man ടാഗ് ടീം മാച്ച് മെയിൻ ഇവന്റായി കൺഫേം ചെയ്തു. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചതും ഈ ഒരു 6 man ടാഗ് ടീം മാച്ച് ആണ്. അപ്പോൾ മൊത്തത്തിൽ നല്ല സെഗ്മെന്റ് ആയിട്ടാണ് ഈ സെഗ്മെന്റ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ സെഗ്മെന്റിന് ശേഷം ബാക്ക് സ്റ്റേജിൽ സോളോ സിക്കാവ പോൾ ഹേമനോട് പറയുന്നത് ആഡം പിയേഴ്സ് നിക്ക് ആൾഡിൻസുമായി സംസാരിച്ചുകൊണ്ട് ഇന്ന് 6 man ടാഗ് ടീം മാച്ച് കൺഫേം ചെയ്യാൻ പറയും. ഇല്ലെങ്കിൽ പോൾ ഹേമനും ടോങ്കയുമായിട്ട് ബാക്ക് സ്റ്റേജിൽ അല്ലെങ്കിൽ ലോക്കർ റൂമിൽ ഫൈറ്റ് നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. ശരിക്കും അതിനുശേഷമൊക്കെയാണ് ഈ ഒരു മാച്ച് ഒഫീഷ്യലായത്. പിന്നീട് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ജേഡ് കാർഗിൽ ആൻഡ് ബിയാങ്ക ബെല്ലർ ഫോഴ്സസ് ഇൻഡി ഹാർട്ട്വെൽ ആൻഡ് കാൻഡീസ് ലോറെ ഇവർക്കൊരു ടാഗ് ടീം മാച്ച് നടന്നിരുന്നു. അപ്പോൾ ഈ ഒരു ടാഗ് ടീം മാച്ച് വലിയ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ ഇൻഡി ഹാർട്ട്വെലിനെ ഫിനിഷറെല്ലാം ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ജേഡ് കാർഗിൽ ആൻഡ് ബിയാങ്ക ബെല്ലർ ഇവരാണ് വിൻ ചെയ്തത്. അതിനുശേഷം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടിയിട്ടുള്ള ഷൈന ബേസ്ലറിന്റെ ടീമും അതുപോലെ തന്നെ ആൽബ ഫയർ ആൻഡ് ഐല ഡോൺ ഇവരെല്ലാം ചേർന്നുകൊണ്ട് ബിയാങ്ക ബെല്ലർ ജേഡ് കാർഗിൽ ഇവരെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ഷൈന ബേസ്ലറിന്റെ ടീമിനും ആൽബ ഫയറിന്റെ ടീമിനും എല്ലാം ഫൈറ്റ് വരുന്നതായിട്ടും ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ബിയാങ്ക ബെല്ലർ ആൻഡ് ജേഡ് കാർഗിൽ അവരുടെ ഡബിൾ ഫിനിഷർ ഓരോരുത്തർക്ക് കൊടുത്ത് ഈ ഒരു സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സ് AJ സ്റ്റൈൽസിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് സ്റ്റേജിൽ ദേഷ്യം വന്ന് നടക്കുന്നതായിട്ടും അതുപോലെ അപ്പോളോ ക്രൂസിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം ഒരു ഇന്റർവ്യൂ പോലെ ചോദിക്കുന്ന സമയത്ത് ഏഞ്ചൽ ആൻഡ് സാന്റോസ് എസ്കോബാർ ടീം വന്നുകൊണ്ട് അപ്പോളോ ക്രൂസിനെ വീണ്ടും അറ്റാക്ക് ചെയ്തു. ശേഷം ഒഫീഷ്യൽ ടീമെല്ലാം വന്ന് പിടിച്ചു മാറ്റുന്നതായിട്ടും അതുപോലെ LA നൈറ്റ് US ചാമ്പ്യൻഷിപ്പിന്റെ അവസരത്തിന് വേണ്ടിയിട്ട് ലോഗൻ പോളിനെ അന്വേഷിച്ച് നടക്കുന്നതായിട്ടും നിക്ക് ആൾഡിൻസിനോട് അതിനെപ്പറ്റിയെല്ലാം സംസാരിക്കുമ്പോൾ അവിടെ കാർമെലോ ഹെയ്സ് വന്നുകൊണ്ട് LA നൈറ്റുമായിട്ട് ഒരു മാച്ച് കൺഫേം ചെയ്യുന്നതായിട്ടും ഒരു 3 ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ബാക്ക് ടു ബാക്ക് കാണിച്ചിരുന്നു. പിന്നീട് ജോണി ഗർഗാനോ വേഴ്സസ് ടാഗ് ടീം ചാമ്പ്യനായ ഗ്രേസൺ വാലർ ഇവർക്കൊരു സിംഗിൾസ് മാച്ച് നടന്നിരുന്നു. ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ച് മുഴുവനായിട്ടും ജോണി ഗർഗാനോ വിൻ ചെയ്യാൻ പോകുന്നത് പോലെയാണ് കൊണ്ടുപോയത്. അവസാനം അസ്റ്റ്യൻ തിയറി എല്ലാം ഇടപെട്ടുകൊണ്ട് ജോണി ഗർഗാനോയെ റിങ്ങിന് പുറത്ത് വെച്ച് റിംഗ് പോസ്റ്റിലേക്ക് വലിച്ചെറിഞ്ഞ് അറ്റാക്ക് ചെയ്ത് ശേഷം റിങ്ങിൽ കൊണ്ടുവന്ന് ഗ്രേസൺ വാലർ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ ഗ്രേസൺ വാലറാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇവർക്ക് മുൻപ് നടന്ന മാച്ചിൽ ടൊമാസോ സിയബ വിൻ ചെയ്തു. രണ്ടാമത് നടന്ന മാച്ചിൽ ഗ്രേസൺ വാലർ വിൻ ചെയ്തു. അപ്പോൾ രണ്ട് ടീമിൽ നിന്നും ഓരോ വിൻ ആയതുകൊണ്ട് ഇവർക്ക് ടാഗ് ടീം മാച്ച് കൺഫേം ചെയ്യും നെക്സ്റ്റ് വീക്ക്. അതുപോലെ നെക്സ്റ്റ് വീക്ക് ഗ്രേസൺ വാലർ എഫക്റ്റ് ഷോ കൺഫേം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതിന്റെ അവസാനം ഇവരുടെ മാച്ച് കൺഫേം ചെയ്തേക്കാം. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ കോഡി റോഡ്സ് AJ സ്റ്റൈൽസിനെ വീണ്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും AJ സ്റ്റൈൽസ് ആൻഡ് ഗുഡ് ബ്രദേഴ്സ് അവിടെ വരുമ്പോൾ ആഡം പിയേഴ്സ് ടീമെല്ലാം ഫൈറ്റ് ചെയ്യാൻ വിടാത്തത് പോലെ എല്ലാം തടയും. പിന്നീട് കോഡി റോഡ്സ് തീം മ്യൂസിക് അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് ഒന്നുമില്ലാതെ റിങ്ങിലേക്ക് വന്നുകൊണ്ട് മൈക്രോഫോൺ വാങ്ങിച്ച് AJ സ്റ്റൈൽസിനെ റിങ്ങിലേക്ക് വിളിക്കും. അതായത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യത്തെ പറ്റിയെല്ലാം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ AJ സ്റ്റൈൽസിന് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് AJ സ്റ്റൈൽസിന്റെ മ്യൂസിക് വന്ന് AJ സ്റ്റൈൽസും ഗുഡ് ബ്രദേഴ്സ് അല്ലെങ്കിൽ OC ടീമുമായി വന്നുകൊണ്ട് AJ സ്റ്റൈൽസ് പറയുന്നത് തനിക്ക് ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ പേപ്പർ വ്യൂവിലെ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് വേണം എന്നാണ്. അപ്പോൾ തന്നെ കോഡി റോഡ്സ് AJ സ്റ്റൈൽസിനോട് പറയുന്നത് നീ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കാൻ പോവാണ്. നിനക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഞാൻ തരാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഇത് സാധാരണ ചാമ്പ്യൻഷിപ്പ് മാച്ച് ആയിരിക്കില്ല. ഈ മാച്ച് ഒരു ഐ ക്വിറ്റ് മാച്ച് ആയിട്ടാണ് നമ്മൾക്ക് നടക്കുക ക്ലാഷ് അറ്റ് ദി കാസ്റ്റലിൽ എന്നാണ് കോഡി റോഡ്സ് പറഞ്ഞത് AJ സ്റ്റൈൽസിനോട്.
അപ്പോൾ മാച്ച് കൺഫേം ചെയ്തതിന് ശേഷം സംഭവിച്ചത് AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോഡി റോഡ്സ് പോകുമ്പോൾ നിക്ക് ആൾഡിങ്സ് കൊണ്ടുവന്ന സെക്യൂരിറ്റി ടീമെല്ലാം തടയും. അപ്പോൾ കോഡി റോഡ്സ് സെക്യൂരിറ്റി ടീമിനെ എല്ലാം അറ്റാക്ക് ചെയ്ത് AJ സ്റ്റൈൽസിന്റെ അടുത്ത് പോകാമെന്ന് വിചാരിക്കും. അപ്പോഴേക്കും സെക്യൂരിറ്റി ടീം നിറയെ വന്നുകൊണ്ട് കോഡി റോഡ്സിനെ പോകാൻ വിടാതെ തടഞ്ഞു നിർത്തുന്നതായിട്ടും ഈ അവസരം ഉപയോഗിച്ച് AJ സ്റ്റൈൽസ് കോഡി റോഡ്സിനെയും സെക്യൂരിറ്റി ടീമിനെയും ഫെനോമിനൽ ഫോറം പോലെ ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്ത് വീണ്ടും കോഡി റോഡ്സിനെ ദേഷ്യം പിടിപ്പിക്കുന്നതായിട്ടും അപ്പോഴും സെക്യൂരിറ്റി ടീം കോഡി റോഡ്സിനെ പിടിച്ചു വെക്കുന്നതായിട്ടും ഈ സെഗ്മെന്റിന്റെ അവസാനം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെഗ്മെന്റ് അടിപൊളി സെഗ്മെന്റ് ആയിരുന്നു. അതായത് ഇവർക്ക് മുൻപ് നടന്നപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല സെഗ്മെന്റ് കാണാൻ. എന്നാൽ ഇപ്പോൾ മൊത്തം സെറ്റ് ആയിട്ടാണ് പോകുന്നത്. AJ സ്റ്റൈൽസിന്റെ ഹീൽ ടേണും വേറെ ലെവലായിട്ടുണ്ട്. പിന്നീട് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി കൺഫേം ചെയ്തു. അതും ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ പേപ്പർ വ്യൂവില് ട്രിപ്പിൾ ത്രെഡ് മാച്ച് ആയിട്ടാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഷൈന ബേസ്ലർ, സോയി സ്റ്റാർക്ക്, അതുപോലെ തന്നെ ആൽബ ഫയർ ആൻഡ് ഐലാഡോ, പിന്നെ ടാഗ് ടീം ചാമ്പ്യൻസായ ബിയാങ്ക ബെലർ ആൻഡ് ജേഡ് കാർഗിൽ. അപ്പോൾ ഈ ഒരു മാച്ച് അടിപൊളി മാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം LA നൈറ്റ് വേഴ്സസ് കാർമെലോ ഹൈസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചും ഒരു നല്ല മാച്ച് ആയിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർമെലോ ഹൈസിനെ BFT ചെയ്യാൻ നോക്കിയെങ്കിലും കാർമെലോ ഹൈസ് അതിൽ നിന്നും എസ്കേപ്പ് ആയി. ശേഷം LA നൈറ്റിനെ റോൾ പിൻ ചെയ്തു. പക്ഷേ LA നൈറ്റ് അത് റിവേഴ്സ് ചെയ്ത് കാർമെലോ ഹൈസിനെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ LA നൈറ്റ് ആണ് വിൻ ചെയ്തത്. പിന്നീട് എപ്പോഴത്തെയും പോലെ ലോഗൻ പോളിന് മെസ്സേജ് എല്ലാം കൊടുത്തിരുന്നു. പിന്നീട് വുമൺസ് ചാമ്പ്യൻ ബെയ്ലി, പൈപ്പർ നിവിൻ ആൻഡ് ചെൽസി ഗ്രീൻ ഇവരുടെ ഒരു സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ലോഗൻ പോൾ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നത് LA നൈറ്റിനെ പറ്റിയാണ്. അതായത് LA നൈറ്റ് തൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നും അപ്പോൾ മെയിനായിട്ടും LA നൈറ്റിനെ കളിയാക്കുക അല്ലെങ്കിൽ മിഡ് കാർഡിലേക്ക് പോകാനായിട്ട് പറയുക, ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് വരും. പിന്നീട് സ്മാക്ക് ഡൗൺ മെയിൻ ഇവൻ്റായി നടന്നത് 6 മാൻ ടാഗ് ടീം മാച്ചാണ്. കെവിൻ ഓവൻസ് ആൻഡ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് വേഴ്സസ് ബ്ലഡ് ലൈൻ 2.0 ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിരുന്നു. രണ്ട് ടീമിന്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് റിങ്ങിന് പുറത്തെല്ലാം വെച്ച് ഇവർ ഫൈറ്റ് ചെയ്യുന്നതായിട്ടും ആ സമയം സോളോ സിക്കാവയെല്ലാം ചേർന്ന് കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ബോണ്ടക്സ് ഫോർഡ് ഓടി വന്ന് റിങ്ങിന് മുകളിൽ നിന്നും ഇവരുടെ എല്ലാം മേലേക്ക് ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അടിപൊളിയായിരുന്നു. ശേഷം മാച്ചുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സോളോ സിക്കാവ ചെയർ എടുത്തുകൊണ്ട് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്ത് മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ മൂലം അവസാനിപ്പിച്ചു. അതായത് ഈ മാച്ചിൽ കെവിൻ ഓവൻസ് ആൻഡ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവരാണ് വിൻ ചെയ്തത്. അതിനുശേഷം ബ്ലഡ് ലൈൻ ടീം മുഴുവനായിട്ടും കെവിൻ ഓവൻസ്, ഏഞ്ചലോ ഡോക്കിൻസ് ആൻഡ് മോണ്ടക്സ് ഫോർഡ് ഇവരെ അറ്റാക്ക് ചെയ്തു. അതായത് സമോൺ സ്പൈക്ക്, അതുപോലെ തന്നെ റോമൻ റെയിൻസിന്റെ സ്റ്റൈലിൽ പുതിയ ട്രൈബൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ടേബിൾ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സോളോ സിക്കാവ ഒരു സ്പിയർ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം കെവിൻ ഓവൻസിനെയും ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ട് കെവിൻ ഓവൻസിനെ കമന്ററി ടേബിളിന് മുകളിലേക്ക് ഷീൽഡ് എല്ലാം ചെയ്യുന്നത് പോലെ ട്രിപ്പിൾ പവർ ബവ് ഫിനിഷർ ഇവർ 3 പേരും ചേർന്ന് ചെയ്ത് ആ ഒരു ടേബിളെല്ലാം പൊട്ടിക്കുന്നതായിട്ടും അതോടുകൂടി സ്മാക്ക് ഡൗൺ എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗൺ നല്ല അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. AJ സ്റ്റൈല്, കോഡി, ഇവരുടെ സെഗ്മെന്റ്, ബ്ലഡ് ലൈൻ സെഗ്മെന്റ്, കെവിൻ ഓവൻസ് എല്ലാം ചേർന്നുകൊണ്ട് നല്ല എപ്പിസോഡായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സ്മാക്ക് ഡൗൺ ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യുക.